കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. വള്ളികുന്നം പ്രവാസി അസോസിയേഷനാണ് ചൂനാട് കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും നടത്തിയത്. വള്ളികുന്നം പ്രവാസി അസോസിയേഷനാണ് കുടുംബസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചത്. ചൂനാട് സംഘടിപ്പിച്ച ചടങ്ങ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ പ്രവാസികൾക്ക് കുറേയേറെ ആളുകൾ ജോലി നഷ്ടപ്പെട്ട് അവർക്ക് തിരികെ എത്തേണ്ടതായി വന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും ഇപ്പോൾ ജീവിത ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആ ദുരിതം അനുഭവിക്കുന്നവരെ നാടിന്റെ മുൻനിരയിലേക്ക് ഉയർത്തി അവരുടെ ദുരിതങ്ങൾ മാറ്റുകയും അവരുടെ ജീവിത പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും വേണ്ടി ആസൂത്രിതമായ പ്രവർത്തനമാണ് വള്ളികുന്നം പ്രവാസി അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ദുരിതം അനുഭവിക്കുന്നവരെ, പ്രവാസികളായിട്ടുള്ളവരെ കൂടി ചേർത്തുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ കഴിഞ്ഞ വർഷം തന്നെ അവര് ഇത് നമ്മുടെ ഈ ആഘോഷ പരിപാടിയിൽ തന്നെ പറയുണ്ടായി. ഓളോ സോളിഡ് ബ്രിക്സ് യൂണിറ്റ് അവർ തുടങ്ങിയുണ്ടായി. അത് വിജയകരമായി നടക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇതിന്റെ സെക്രട്ടറി എന്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ലാല് ഇവിടെ പറയുകയുണ്ടായി. ഇപ്പം കാർശ്ശേരി മുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ആണി നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതുവഴി ജോലി നേരിട്ടും അല്ലാതെയും നിരവധി ആളുകൾക്ക് ജോലി കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ മുൻപ് നടത്തിക്കൊണ്ടിരുന്ന ഹോളോ ബ്രിക്സിന്റെയും സോളിഡ് ബ്രിക്സിന്റെയും നിർമ്മാണം വഴി വാഹനങ്ങൾ ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ള തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് സഹായം, അങ്ങനെ വലിയ പെട്ടെന്നൊരു തീർച്ചയാട്ടമല്ലെങ്കിലും. പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് നസീം ചീനംവിള അധ്യക്ഷത വഹിച്ചു. ഇമാം മുബാറക് ജവഹരി ആത്മീയ പ്രഭാഷണം നടത്തി. നമ്മൾ മരിക്കുമ്പോഴും ഒരുമിച്ചല്ല ഈ ലോകത്തോട് വിട പറയുന്നത്. താൽക്കാലികമായി മധ്യേ ഒന്ന് കണ്ടുമുട്ടുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ മതം പറഞ്ഞ് തമ്മിലടിക്കേണ്ടത്? പിന്നെ എന്തിനാണ് വർണ്ണത്തിന്റെ പേരിൽ നമ്മൾ തമ്മിലടിക്കേണ്ടത്? പിന്നെ എന്തിനാണ് വിഭാഗീയതകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വിഷവിത്തുക്കളായി മുളച്ചു പൊന്തുന്നത്? പിന്നെ എന്തിനാണ് ആരാധനാലയങ്ങളുടെ പേരിൽ നമ്മൾ ഇങ്ങനെ തമ്മിലടിക്കേണ്ടത് എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം നമുക്ക് വരച്ചു കാട്ടുന്നത്. പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോടല്ല, ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ മുഴുവൻ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന്, ദൈവം സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ലാൽ ഭരതൻ, നവാസ് ചൂനാടൻ, അബ്ദുൽ ലത്തീഫ്, ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.